ഞാൻ 2015 നമ്മുടെ റിപ്പോർട്ടർ ടി വിയിൽ അന്നത്തെ ക്ലോസ് എൻകൗണ്ടർ പരിപാടിയിൽ അന്ന് KPCCയുടെ വൈസ് പ്രസിഡന്റായിരുന്ന VD സതീശൻ ഉമ്മൻചാണ്ടി സർക്കാരിനെ കുറിച്ച് പറഞ്ഞൊരു വാചകമുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാർ അഴിമതിയുടെ കരിനിഴലിലാണ് എന്നാണ് പറഞ്ഞത്. അന്ന് വലിയ പ്രതിരോധത്തിലാക്കി. അന്ന് കൊടിക്കുന്നിൽ സുരേഷിനെതിരെയൊക്കെ പിന്നീട് അദ്ദേഹം ബൈറ്റ് കൊടുക്കുന്നുണ്ട്. കൊടിക്കുന്നിൽ സുരേഷ് ഉമ്മൻചാണ്ടി വിരുദ്ധനാണ് എന്ന മട്ടിലുള്ള ബൈറ്റൊക്കെ അന്ന് ഈ VD സതീശൻ കൊടുക്കുന്നുണ്ട്. അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിനെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കിയൊരു സ്റ്റേറ്റ്മെൻറ്റിലൊന്നായിരുന്നു അന്ന് VD സതീശൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്. അഴിമതിയുടെ കരിനിഴലിലാണെന്ന് സ്വന്തം മുന്നണിയിലെ പാർട്ടിയിലെ ഒരു MLA വന്ന് പറയുകയാണ്. നമ്മുടെ റിപ്പോർട്ടിലെ എൻകൗണ്ടർ അന്ന് നികേഷ് കുമാറിന് കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നൊരു വാചകം. അങ്ങനെ അത്രയും അപകടത്തിലാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട് ഇതിലെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മാത്രമല്ല മാധ്യമങ്ങളുടെ മുന്നിലല്ല കൊടുത്തത്, കടുംവെട്ട് ക്യാബിനറ്റ്. കടുംവെട്ട് ക്യാബിനറ്റ് എന്ന പദപ്രയോഗം ഇതൊക്കെ മാധ്യമങ്ങളുടെ മുന്നിൽ അന്ന് VD സതീശൻ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഏതെങ്കിലും ഒരു മാധ്യമങ്ങളുടെ മുന്നിൽ പോയി പാലോട് രവി കൊടുത്തതല്ല. പാലോട് രവി സ്വകാര്യമായിട്ട് പറഞ്ഞൊരു കാര്യം അത് പുറത്തു. അതെങ്ങനെ വാർത്തയായത്? ഇതാണ് പാർട്ടിയുടെ അവസ്ഥ എന്ന് ജില്ലാധ്യക്ഷൻ പറയുന്നത് സ്വാഭാവികമായി നമ്മുടെ കയ്യിലൊരു ബൈറ്റായിട്ട് കിട്ടില്ല, അത് വാർത്തയായിട്ട് തീരും. കാരണം ജില്ലാധ്യക്ഷൻ്റെ കൺസേൺ ആണ്. ആ കൺസേൺ പറയുന്ന കാര്യങ്ങളിൽ മെറിറ്റുണ്ടോ എന്ന് നോക്കുന്നതിനും അപ്പുറം യു ആർ ഷൂട്ടിംഗ് ദ മെസ്സഞ്ചർ. അതാണ്, നിങ്ങൾ മെസ്സഞ്ചറെയാണ് ഷൂട്ട് ചെയ്യുന്നത്. ആ മെസ്സേജിനെ നിങ്ങൾ കാണാതെ പോകുന്നു എന്നതാണ് എനിക്ക് തോന്നുന്നത്.